الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد. സൂറത്തുൽ ബഖറയിലെ ഇതുവരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മൂന്നായി തിരിച്ചിരിക്കുന്നു: മുത്തഖീങ്ങൾ, കുഫാറുകൾ, മുനാഫിഖുകൾ. അതിനുശേഷം തൗഹീദ് പാലിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ഷിർക്കിൽ നിന്ന് അള്ളാഹു വിലക്കിയിരിക്കുന്നു. അതിനുശേഷം വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള തെളിവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനുള്ള തെളിവാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അത് സ്വീകരിച്ചവർക്ക് സ്വർഗമുണ്ട്, അത് നിഷേധിച്ചവർക്ക് നരകമുണ്ട്. നരകത്തെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സ്വർഗത്തെ വിശേഷിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ ഇതിലെല്ലാം എന്തുണ്ട്? ഗൈബിയായ കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം വന്നെത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളോട് മനുഷ്യരിൽ ചിലർ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? അതാണ് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു വിവരിക്കുന്നത്. തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, അവയോട് ഒരു വിഭാഗം സ്വീകരിക്കുന്ന സമീപനം എന്താണ്, മറ്റൊരു വിഭാഗം സ്വീകരിക്കുന്ന സമീപനം, ഇതാണ് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു വിവരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ സൂറത്തുൽ ബഖറയുടെ ശൈലിയിലെ ക്രമം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വഹി സ്വീകരിക്കാൻ പറഞ്ഞു, അത് സ്വീകരിച്ച ആളുകൾ അവർക്ക് സ്വർഗമുണ്ട്, നിഷേധിച്ചവർക്ക് നരകമുണ്ട്. അപ്പോൾ ഈ വഹി, അതിനോടുള്ള മനുഷ്യരുടെ സമീപനം എന്താണ്? അതാണ് ഇനിയുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്തഹി. ഇന്നതിൻ്റെ അർത്ഥം തീർച്ചയായും, ഉറപ്പായും. ഇന്നല്ലാഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും, ലാ യസ്തഹി. ലാ യസ്തഹി, അത് ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, യസ്തഹി, ഇസ്തഹിയ എന്നുള്ളതിൻ്റെ ബാക്കിയാണ്. ലാ യസ്തഹി, ലജ്ജിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നില്ല. ലാ യസ്തഹി, ലജ്ജിക്കുന്നില്ല എന്നാണ്, മുദാരി ആണത്. ലാ യസ്തഹി, ലജ്ജിക്കുന്നില്ല. ലാ യസ്തഹി അൻ യദ്രിബ മസലൻ. അള്ളാഹു തീർത്തു ലജ്ജിക്കുന്നില്ല എന്നാണോ പറഞ്ഞത്? അല്ല, അള്ളാഹു ലജ്ജിക്കാതിരിക്കുന്നത്, അള്ളാഹു ലജ്ജിക്കാതിരിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഏത് കാര്യത്തിൽ? അൻ യദ്രിബ മസലൻ. അൻ യദ്രിബ മസലൻ. ദറബ മസൽ, ദറബ എന്നാണ്, അടിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ അതല്ല. ദറബ മസലൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപമ പറയാനാണ്. പിന്നെ ഖുർആൻ പലയിടത്തും വന്നിട്ടുണ്ട്. ദർബുൽ മസൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉപമിക്കുന്നതിനാണ് ദർബുൽ മസൽ എന്ന് പറയാം. അവിടെ ദറബിൻ്റെ അർത്ഥം എന്തല്ല? അടിക്കാനല്ല. അവിടെ ദറബിൻ്റെ അർത്ഥം ഒരു ഉപമ പറയുക, ഒരു കാര്യത്തെ ഉപമിക്കുക എന്നതാണ്. ഇപ്പം മസൽ എന്ന വാക്കിനോട് ചേർത്തുകൊണ്ട് ദറബ വന്നാൽ അവിടെ ഉപമ അടിച്ചു എന്നല്ല, പിന്നെ ഉപമ വിവരിച്ചു, ഉപമ ഒരു കാര്യം ഉപമിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഖുർആനിൽ ദറബ എന്നുള്ളത് വേറെ അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്രിബൂന ഫിൽ അർദ് യബ്തഗൂന ഫദ്ലൻ മിൻ അല്ലാഹ്, സൂറത്തു മുസമ്മിൽ വന്ന ആയത്ത്. ജനങ്ങളിൽ ചില ആളുകൾ യദ്രിബൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, ഭൂമിയിൽ അടിക്കുന്നു എന്നല്ല. ഓരോ വാക്കിനും ഓരോ സാഹചര്യത്തിലേക്ക് അതിൻ്റേതായ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അറബി ഭാഷയിൽ ഓരോ വാക്കുകൾക്കും അതിൻ്റെ സാഹചര്യം. ഇവിടെ ദർബുൽ മസൽ എന്നതാണ്. ദർബുൽ മസൽ എന്ന് പറഞ്ഞാൽ ഉപമിക്ക. അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്തിന്? ഒരു ഉപമ വിവരിക്കാൻ. അൻ യദ്രിബ മസലൻ, ആ ഉപമ എങ്ങനെയുള്ളതാണ്? മ, അള്ളാഹു ഉപമ വിവരിക്കാൻ ലജ്ജിക്കുന്നില്ല. മ, ഒരു ഉപമ. അത് എന്തിൻ്റെ ഉപമയാണ്? ബഊദതൻ. ബഊദതൻ, ഒരു കൊതുകിൻ്റെ ഉപമയാണെങ്കിലും, ഒരു കൊതുകിനെ കൊണ്ടുള്ള ഉപമയാണെങ്കിലും ആ ഉപമ വിവരിക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിൽ അവന് സ്ഥിരപ്പെട്ട വിശേഷണമാണ് ഹയാ എന്നത്, ലജ്ജ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ
സതീറുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ്, ലജ്ജയുള്ളവനാണ്. സതീറുൻ, അള്ളാഹു മറയുള്ളവനാണ്. യസ്തഹി മിൻ അബ്ദിഹി, തൻ്റെ ദാസനോട് അവന് ലജ്ജയുണ്ട്. ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റൻ, അള്ളാഹു അവനിലേക്ക് തൻ്റെ അടിമ കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ ശൂന്യമാക്കി തിരിച്ചയക്കുന്നതിൽ നിന്ന് അവൻ യസ്തഹി, അവൻ ലജ്ജിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ലജ്ജയുള്ളവനാണ്. ലജ്ജ എന്ന വിശേഷണം അള്ളാഹുവിനുണ്ട്. അവന് യോജിച്ച രൂപത്തിൽ, അവൻ്റെ മഹത്വത്തിനും പ്രതാപത്തിനും ഒക്കെ യോജിച്ച രൂപത്തിൽ, സൃഷ്ടികളുടേതുപോലെയുള്ളതല്ല. എന്നാൽ ഈ ആയത്തിൽ ലജ്ജയില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് യഥാർത്ഥ ലജ്ജയുടെ ഭാഗമല്ല ഹക്കായ ഒരു കാര്യം വിവരിക്കുക എന്നുള്ളത്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അള്ളാഹു ഒരിക്കലും ഹക്കായ ഒരു കാര്യം പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായ ഒരു കാര്യം പറയാൻ ലജ്ജിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നിട്ട് സഹാബികളിൽ ചിലർ കുറച്ചധിക നേരം തങ്ങുകയും തിരിച്ചു പോകാൻ മടി കാണിക്കുകയും വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അവരോട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാൻ മടി. അവിടുത്തെ ലജ്ജ അതിന് അങ്ങനെ പറയാൻ അവിടത്തേക്ക് മടിയുണ്ടാക്കി. അപ്പം അള്ളാഹു അത് വിവരിച്ചുകൊണ്ട് പറയാൻ, അള്ളാഹു ഒരിക്കലും ഹക്കു പറയാൻ ലജ്ജിക്കുകയില്ല. ഇപ്പോൾ ഹക്കു പറയാൻ ലജ്ജിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ഉപാധിയോട് കൂടിയുള്ളതാണ്. ഹക്കു പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. എന്നാൽ ലജ്ജ വേണ്ട ഇടങ്ങളിൽ ലജ്ജ പരിപൂർണതയാകുന്ന, മേന്മയാകുന്ന, നന്മയാകുന്ന എല്ലാ അർത്ഥത്തിലും അള്ളാഹു ലജ്ജയുള്ളവനാണ്. അവൻ ഹയ്യാണ്, അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്. പിന്നെ അല്ലാഹു ലാ യസ്തഹി അൻ യദ്രിബ മസലൻ, അള്ളാഹു ഒരു ഉപമ വിവരിക്കാൻ ലജ്ജിക്കുകയില്ല. ആ ഉപമ മാ ബഊദതൻ, ഒരു കൊതുക് കൊണ്ടുള്ള ഉപമയാണെങ്കിലും, ഒരു കൊതുകിനെയാണ് ഉപമിക്കുന്നത് എങ്കിലും, ഫമാ ഫൗഖഹ, ഫ ഒരു കൊതുക്, ഫ അതിനുശേഷം മാ ഫൗഖഹ, അതിന് മുകളിലുള്ളതാണെങ്കിലും, മാ ഫൗഖൽ ബഊദ, ഒരു കൊതുകാണെങ്കിലും അതിൽ മുകളിലുള്ള വസ്തുവാണെങ്കിലും അതിനോട് ഉപമിക്കാൻ അള്ളാഹു ഒരിക്കലും ലജ്ജിക്കുകയില്ല. ചിലർ പറഞ്ഞു ഫമാ ഫൗഖഹ എന്ന് പറഞ്ഞാൽ അതിൽ താഴെയുള്ളതാണെങ്കിലും, ഒരു കൊതുകിനെയാണെങ്കിലും അതിൽ താഴെയുള്ളതാണെങ്കിലും. ഫൗഖ എന്നതിന് ചിലപ്പോൾ ഒരു കാര്യത്തിൻ്റെ താഴെയുള്ളത് എന്ന അർത്ഥം വരാറുണ്ട്. അറബിയിൽ പറയും അൽ ഇബ്രത്തു വമാ ഫൗഖൽ ഇബ്ര, സൂചി അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയത് എന്ന് പറയും. അവിടെ ഫൗഖ എന്ന വാക്കാണ് ഉപയോഗിക്കുക. പക്ഷേ മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞു ഇവിടെ ഫൗഖയുടെ അർത്ഥം ഒരു കൊതുകാകട്ടെ അതിനു മുകളിലുള്ള എന്തെങ്കിലും വസ്തുവാകട്ടെ അതിനെ കൊണ്ട് ഉപമിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ലജ്ജിക്കുകയില്ല. ഹക്ക് വെളിവാകാൻ, സത്യം ബോധ്യപ്പെടാൻ, ശരിയുടെ മാർഗം ജനങ്ങൾക്ക് വ്യക്തമാകാൻ ഒരു കൊതുകിനെ കൊണ്ട് ഉപമിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമെങ്കിൽ അള്ളാഹു അതുകൊണ്ട് ഉപമിക്കുന്നതാണ്. അതിലവൻ ലജ്ജ കാണിക്കുകയില്ല. ഫഅമ്മ അല്ലദീന ആമനു, ഞാൻ നേരത്തെ പറഞ്ഞു അള്ളാഹുവിൻ്റെ വഹയിനോട് ജനങ്ങളിൽ രണ്ട് വിഭാഗം ആളുകൾ സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അള്ളാഹു പറയും ഫഅമ്മ അല്ലദീന ആമനു, ഫഅമ്മ എന്നാൽ അല്ലദീന ആമനു മുഅ്മിനീങ്ങൾ, ഫയഅലമൂന അവർ അറിയുന്നു, അന്നഹു അൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അന്നഹു അത് ഏത് ഈ ആയത്തിൽ തന്നെ ഉണ്ട്. അന്നൽ മസൽ, ഈ ഉദാഹരണം, അന്നൽ മസൽ അന്നഹു അൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ആ ഉദാഹരണം എന്താണ്? തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അൽ ഹഖ്ഖു മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാണ് ഇത് എന്ന് മുഅ്മിനീങ്ങൾ അവരറിയുന്നു. അവർക്കിത് കേട്ടാൽ മനസ്സിലാവും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവരതിൽ വിശ്വസിക്കുന്നതാണ്. വ അമ്മല്ലദീന കഫറു, നമുക്ക് ഈ അമ്മ എന്നുള്ള പ്രയോഗം ഇതിനാണ്. ഇവരിങ്ങനെ അവരിങ്ങനെ. അമ്മല്ലദീന ആമനു മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. അമ്മല്ലദീന കഫറു എന്നാൽ കാഫിറുകൾ, അള്ളാഹുവിനും എൻ്റെ റസൂലിനെ നിഷേധിച്ചവർ. അമ്മല്ലദീന കഫറു ഫയഖൂലൂന അവർ പറയും മാദ. മാദ എന്നാൽ എന്താ അർത്ഥം? എന്താണ്? ചിലർ പറഞ്ഞു മാദ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കാണ്. മാദ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കാണ്, എന്ത്.
വേറെ ചിലർ പറഞ്ഞു ഇല്ല, അത് രണ്ടും ആക്കാൻ. മാ ദ, മാ എന്ന് പറഞ്ഞാൽ എന്ത്, ദ എന്ന് പറഞ്ഞാൽ ഇത്, ഇതെന്താണ്. രണ്ട് അഭിപ്രായങ്ങളുണ്ട്. وأما الذين كفروا فيقولون ماذا, കാഫിരീങ്ങൾ അവർ പറഞ്ഞു മാദ എന്താണ്, അറാദ ഉദ്ദേശിച്ചത്. അറാദ മുദാരിയാണോ മാദിയാണോ? മാദിയാണ്. അറാദ മാദിയാണ്. മാദ അറാദ എന്താണ് ഉദ്ദേശിച്ചത്, ആര്? മാദ അറാദ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത്. എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചത്? ബിഹാദ ഇതുകൊണ്ട്, മസലൻ ഇതിനെ ഒരു ഉപമയാക്കിയത് കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതായത് ഒരു കൊതുകിനെയാണോ ഉപമയാക്കുന്നത് എന്ന് അവർ ചോദിക്കും. എന്ന് അല്ലാഹു പറയാൻ യുദില്ലു ബിഹി കസീറൻ, യുദില്ലു അല്ല, ദല്ല എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചു, അതല്ല എന്ന് പറഞ്ഞാലോ എന്താ? അതല്ല നസല ഇറങ്ങി, അൻസല ഇറക്കി, ദല്ല പിഴച്ചു, അതല്ല പിഴപ്പിച്ചു. ദല്ല അതിന്റെ മുതാര എങ്ങനെ? യദില്ലു. അതല്ല അതിന്റെ മുതാര എങ്ങനെ? യുദില്ലു. അതിന്റെ മുതാര യുദില്ലു എന്നാണ്. യുദില്ലു വഴികേടിലാക്കുന്നു, ബിഹി അതുകൊണ്ട്, ഏതുകൊണ്ട് ഈ ഉദാഹരണം കൊണ്ട്, യുദില്ലു ബിഹി ഇതുകൊണ്ട് അള്ളാഹു വഴികേടിലാക്കുന്നു. ആരെ? കസീറൻ ധാരാളം പേരെ, അനേകരെ അള്ളാഹു ഇതുകൊണ്ട് വഴികേടിലാക്കുന്നു. വയഹ്ദി ബിഹി കസീറൻ, വയഹ്ദി ബിഹി കസീറൻ, വയഹ്ദി ഹിദായത്തിലാക്കുന്നു, സന്മാർഗത്തിലേക്കാക്കുന്നു, ബിഹി ഇതുകൊണ്ട്, കസീറൻ ധാരാളം പേർ ഇതുകൊണ്ട് അള്ളാഹു വഴികേടിലാക്കുന്നു, ധാരാളം പേരെ ഇതിലൂടെ അള്ളാഹു സന്മാർഗത്തിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയും വമായുദിൽ, മായുദിൽ വഴികേടിലാക്കില്ല, വമായുദിൽ അള്ളാഹു വഴികേടിലാക്കില്ല, വമായുദില്ലു ബിഹി അതുകൊണ്ട് വഴികേടിലാക്കുകയില്ല, ഇല്ലൽ ഫാസിഖീൻ ഫാസിഖീങ്ങളല്ലാതെ. ഫാസിഖ് എന്ന വാക്ക് അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ധിക്കാരം കാണിക്കുന്നവർക്കാണ് ഫാസിഖ് എന്ന് പറയുക. നമ്മൾ അല്ലേ മുന്നുള്ള ദർസുകളിൽ ഈമാൻ, ഇസ്ലാം, കുഫർ, നിഫാഖ് ഇതൊക്കെ ഇസ്ലാമിലെ സാങ്കേതിക പദങ്ങളായി പറഞ്ഞല്ലോ. ഫാസിഖ് എന്നത് പൊതുവെ ഖുർആനിലും ഹദീസിലും പ്രയോഗിക്കാറുള്ളത് മുസ്ലിമീങ്ങളിൽ നിന്ന് തിന്മ ചെയ്ത ആളുകളെയാണ്. അതിക്രമികളായ ഹറാമുകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഫാസിഖ് എന്ന് പറയാം. ഉദാഹരണത്തിന് അഹ്ലുസുന്നത്തിൻ്റെ അഖീദ വിവരിക്കുമ്പോൾ അവർ പറയും ഖവാരിജികളുടെ അടുക്കൽ ഒരു മനുഷ്യൻ തിന്മ ചെയ്താൽ അവൻ ആരാണ്? കാഫിറാണ്. മുർജിയാക്കളുടെ അടുക്കലോ തിന്മ ചെയ്താൽ മുഅ്മിൻ കാമിലൽ ഈമാൻ, പരിപൂർണ മുഅ്മിനാണ്, അതിൻ്റെ ഈമാനിൽ ഒരു കുറവ് സംഭവിക്കില്ല എന്നാണ് മുർജിയത്തിൻ്റെ വിശ്വാസം. രണ്ട് എക്സ്ട്രീമുകളാണ്, രണ്ട് വൈരുദ്ധ്യങ്ങളാണ്. ഒരു വിഭാഗം തിന്മ ചെയ്താൽ അവനെ കാഫറാക്കി, മറ്റൊരു വിഭാഗം തിന്മ ചെയ്താൽ അവനെ ഈമാനിൻ്റെ ഉന്നതിയിൽ നിന്ന് അവനെ താഴത്തേക്ക് ഇറക്കില്ല, അവൻ പരിപൂർണ മുഅ്മിനാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ പറഞ്ഞു ഹുവ മുഅ്മിനുൻ ബി ഈമാനിഹി വഫാസിഖുൻ ബിഇസ്യാനിഹി, അവൻ്റെ പക്കലുള്ള ഈമാൻ പരിഗണിച്ചുകൊണ്ട് മുഅ്മിനാണ്, അവൻ്റെ പക്കലുള്ള തിന്മകൾ പരിഗണിച്ചുകൊണ്ട് ആരാണ്? ഫാസിഖാണ്. ഇപ്പോൾ ഫാസിഖ് എന്ന വാക്ക് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാറുള്ള പദമാണ് പൊതുവെ. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരു അധർമ്മിയായ ഒരാൾ നിങ്ങളുടെ അടുത്തൊരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് പൊതുവെ ഫാസിഖിൻ്റെ അർത്ഥം. എന്നാൽ ചിലർ പറഞ്ഞു, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിൻ്റെ അഖീദയിൽപ്പെട്ടതാണ്, കിതാബുകളൊക്കെ വിവരിക്കപ്പെട്ടതായി കാണാം, ഫിസ്ഖ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഫിസ്ഖുൻ അക്ബർ, രണ്ട് ഫിസ്ഖുൻ അസ്ഗർ. ഫിസ്ഖുൻ അക്ബർ എന്ന് പറയുന്നത്, വലിയ ഫിസ്ഖ് എന്ന് പറയുന്നത് കുഫറാണ്. അതായത് അള്ളാഹുവിനെ പരിപൂർണമായി ധിക്കരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ, ഫാസിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ധിക്കരിച്ചവന് പറയുന്ന പേരാണ്.
അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അതിൻ്റെ അങ്ങേയറ്റം എത്തിയ ആളാരാണ്? ആരാ? കാഫിറാണ്, മുശ്രിക്കാണ്. അപ്പോൾ ഏറ്റവും വലിയ ഫാസിഖ് കാഫിർ മുശ്രിക്കാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫാസിഖ് എന്ന വാക്ക് കാഫിരീങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാറുണ്ട്, ഈ ആയത്തിൽ വന്നതുപോലെ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. കാരണം ഈ ആയത്തിൻ്റെ ഇടയിൽ എന്താ പറഞ്ഞത്? വമ്മല്ലദീന കഫറു, കണ്ടില്ലേ? കാഫിരീങ്ങൾ പറയുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറയും വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അപ്പോൾ ഫാസിഖ് എന്ന വാക്ക് ഒരു ശർഈയായ പദമാണ്, ദീനിലെ ഒരു സാങ്കേതിക പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പൊതുവെ അതുകൊണ്ട് ഉപയോഗിക്കാറുള്ളത് ആരെയാണ്? മുസ്ലിങ്ങളായ തിന്മകൾ ചെയ്യുന്ന ആളുകളെയാണ്. അതാണ് പൊതുവെ നിങ്ങൾ ഈ ഷഹാദത്തിനെ കുറിച്ച്, സാക്ഷ്യം പറയുന്നതിൻ്റെ വിഷയങ്ങളൊക്കെ പഠിച്ചാൽ അതിൽ വരും ഫാസിഖിൻ്റെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല. ആരെ ഫാസിഖ്? തിന്മ ചെയ്യുന്ന, അതിക്രമങ്ങൾ പരസ്യമായി ചെയ്യുന്ന, കബായറുകൾ ചെയ്യുന്ന ആളാണ്. ഇതാണ് ആയത്തിൻ്റെ പദാനുപദ അർത്ഥം. ഈ ആയത്തെ അവതരിച്ചത് അല്ലാഹു അലം ചില താബിഈങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദും ശിർക്കും വിവരിക്കുന്നതിനു വേണ്ടി ഈച്ചയെ കൊണ്ട്, അതുപോലെ എട്ടുകാലിയെ കൊണ്ട് ഉപമ പറഞ്ഞു. ഈ ഉപമകൾ കേട്ടപ്പോൾ മുനാഫിക്കുകളിൽ ചിലർ, അല്ലെങ്കിൽ കുഫാറുകളിൽപ്പെട്ട ചിലർ, അവർ പരിഹസിച്ചു. അവർ പറഞ്ഞു, അല്ലാഹു അഅല വ അജൽ മിൻ അൻ യദ്രിബ ഹാദിഹിൽ അംസാൽ. ഈ ഉറുമ്പും അതല്ലെങ്കിൽ ഈ ഈച്ചയെയും കൊതുകിനെയും അതുപോലെ തന്നെ എട്ടുകാലിയെയും ഒക്കെ ഉപമ പറയാൻ അള്ളാഹു ഒരിക്കലും ഇത് പറയില്ല. അവൻ എത്രയോ മഹത്വമുള്ളവനാണ്. അവൻ എങ്ങനെയാണ് ഈച്ചയെയും കൊതുകിനെയൊക്കെ വെച്ച് ഉപമ പറയാൻ? നോക്കൂ, അവർ അള്ളാഹുവിൻ്റെ മേൽ അങ്ങോട്ട് ചിലത് നിർബന്ധമാക്കി. അള്ളാഹു പറഞ്ഞ വഹി അത് നിഷേധിക്കാൻ അവർ അള്ളാഹുവിൻ്റെ മേൽ ചിലത് വെച്ച് കിട്ടി. അപ്പം അതിനുള്ള മറുപടിയാണ് ഈ ആയത്ത്. ഹക്ക് വിവരിക്കാൻ ഒരു ഈച്ചയാണ് അനുയോജ്യമെങ്കിൽ അള്ളാഹു അതിൽ മടിക്കുകയില്ല, അല്ലെങ്കിൽ അതിന് ലജ്ജ കാണിക്കുകയില്ല. മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു, ലോകങ്ങളുടെ റബ്ബാണ് അള്ളാഹു എന്നിരിക്കെ, മഹത്തരമായ അർശിനെ പഠിച്ചവനാണ് അവൻ എന്നിരിക്കെ, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ എന്നിരിക്കെ, ഈ കണ്ട സൃഷ്ടികളെ പടക്കാൻ അവൻ ലജ്ജ കാണിച്ചിട്ടില്ല. എട്ടുകാലിയെ പടക്കാൻ, കൊതുകിനെ പടക്കാൻ, ഈച്ചയെ പടക്കാൻ. മാത്രമല്ല അള്ളാഹുവിൻ്റെ മഹത്തരമായ ഖുദ്റത്തിനുള്ള അവൻ്റെ ശക്തിയുടെ അടയാളമാണ് അവൻ ഈ കാണുന്ന വലുതും പടച്ചു, ഇത്രയും ചെറിയ വസ്തുവിനെ സൃഷ്ടിച്ചു എന്നുള്ളത്. നമുക്ക് ഉറുമ്പിനെ കുറിച്ച് ആളുകൾ പറയാറുണ്ടല്ലേ, അതിന് അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 50 or 100 മടങ്ങ് അതിനേക്കാൾ ഭാരമുള്ളത് പൊക്കാൻ സാധിക്കും. അതിൻ്റെ ശരീരഭാരത്തേക്കാൾ 100 മടങ്ങ് വലുപ്പമുള്ളത് ഉറുമ്പിന് പൊക്കിയെടുക്കാൻ സാധിക്കും. അത് എത്ര അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മനുഷ്യന് സാധിക്കും അത്? ആനക്ക് കഴിയും? ഇല്ല. പക്ഷെ അതിനത് സാധിക്കും, ഉറുമ്പിനത് സാധിക്കും. ഓരോന്നിൻ്റെ ഈ പടപ്പിൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ ജീവികളെ കൊണ്ട് ഉപമ പറഞ്ഞത് ഏറ്റവും വലിയ വിഷയത്തിലാണ്. രണ്ടും ചെറിയ ജീവികളെ ഉപമ പറഞ്ഞത് എന്തിനാണ്? എന്തിനാ ഉപമ പറഞ്ഞത്? തൗഹീദിനാണ്. യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു. ജനങ്ങളെ ഇതാ ഒരു ഉപമ പറയുന്നു, അള്ളാഹു ഇതാ ഒരു ഉപമ വിവരിക്കുകയാണ്. ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിന് ശ്രദ്ധ കൊടുക്കുക. അസ്സലാമു അലൈക്കും, നന്നായി ചെവി കൊടുക്കുക. ഏതാണ് ഈ ഉപമ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹ്. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവർ, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ പോലും പടക്കാൻ സാധിക്കുകയില്ല. അവരെല്ലാവരും ഒരുമിച്ചാൽ പോലും. വയസ്ലുബുഹുമു ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദൂഹു ضعف الطالب والمطلوب. ഈച്ച അവരുടെ പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് ശേഷിയില്ല. എത്ര നല്ല ഉപമയാണ് നോക്കത്. ജീവി എത്ര ചെറുതാണ്, പക്ഷെ ഹക്ക് വിവരിക്കാൻ അത് എത്ര അനുയോജ്യമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു നോക്കൂ, ضعف الطالب والمطلوب. ضعف الطالب, ഈ വിഗ്രഹങ്ങളോട് തേടുന്നവൻ ദുർബലനാണ്. വൽ മത്ലൂബ്, തേടപ്പെടുന്ന ഈ വിഗ്രഹവും
ഈ ആരാധ്യ വസ്തുക്കളും ദുർബലരാണ്. എത്ര മനോഹരമായ ഉപമയാണ് നോക്കൂ. ഹക്ക് വിവരിക്കാൻ അത് എത്ര എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെയാണ് അൻകബൂത്തിന്റെ ഉദാഹരണം, തേനീച്ച എട്ടുകാലിയുടെ ഉദാഹരണം അല്ലേ. അള്ളാഹുവിന് പുറമേ ഉള്ളവർ ആരാധിക്കുന്നവരുടെ തെളിവ് എത്ര ദുർബലമാണെന്ന് പറയാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞത്. പറഞ്ഞു ഇന്ന അഹ്വനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തെറിച്ചു പോകും. അത്രമാത്രമാണ് ശിർക്കിൻ്റെ തെളിവുകളുടെ അവസ്ഥ. ഒന്നിങ്ങനെ ആക്കിയാൽ അത് തെറിച്ചു പോകും. എത്ര ആളുകൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഓരോന്ന് കൊണ്ടുവരുന്നു നോക്കൂ. അതുകൊണ്ടാണ് ശിർക്കിൻ്റെ ആളുകൾ അല്ലെ, ഒരു തൗഹീദിൻ്റെ ആളുകൾ പരിഹസിക്കാറുള്ളത് എന്താ, നിങ്ങൾ എപ്പോഴും ഒന്ന് തന്നെ. പണ്ടെന്നോ പറഞ്ഞ ആയത്താണ് ഇപ്പോഴും പറയുന്നത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. ഇതന്നെ നിങ്ങൾക്ക് എന്നും പറയാനുള്ളത്. പക്ഷെ അത് തൗഹീദിൻ്റെ വ്യക്തതക്കുള്ള തെളിവാണത്. തൗഹീദിൻ്റെ തെളിവ് എന്നും ഒന്നാണ്. ശിർക്കിൻ്റെ ആളുകളോ ഇവർ ഒരു തെളിവ് കൊണ്ടുവരും, 2 മാസം ചിലപ്പോൾ ഒരാഴ്ച അത് ആൾക്കാരുടെ ഇടയിൽ കിടന്ന് തിരിഞ്ഞു കളിക്കും. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ ഈ വെള്ളത്തിന് മുകളിൽ പൊന്തിക്കിടക്കുന്ന നുര പോലെയാണ് അതിൻ്റെ കാര്യം. അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാകും. അതുപോലെ തന്നെയാണ് നോക്കൂ, ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തലവന്മാർ കൊണ്ടുവന്ന തെളിവുകൾ ആരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ? ഒരു കാലത്ത് ഏതൊരാൾ ഉണ്ട്, മൗലവി ഉണ്ട്, ഇതാ ഒരു തെളിവുണ്ട്, അല്ലല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക റസൂല എന്ന് പറയാം. ഇന്നാരെങ്കിലും ആ തെളിവ് പറയുന്നുണ്ടോ? നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്ക് വിവരിക്കാൻ ഒരാൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഈ ഒരു ഈച്ചയുടെ ഉപമയാണെങ്കിൽ അവൻ അതിൽ ലജ്ജിക്കുകയില്ല. അതാണ് അവിടെ പറഞ്ഞത്. ഇന്നല്ലാഹ തആല, നോക്കൂ ഇതിൻ്റെ തഫ്സീറിൽ പറഞ്ഞു നോക്കൂ, ഇന്നല്ലാഹ തആല ലാ യസ്തഹി, അല്ലാഹു ലജ്ജിക്കുകയില്ല. ഈ ആയത്ത് ചില ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഇന്നല്ലാഹ ലാ യസ്തഹി എന്ന് പറഞ്ഞാൽ ഐ ലാ യഖ്ഷ വലാ യഖാഫ്, അള്ളാഹു ഭയക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല ശരി. അള്ളാഹു ലജ്ജിക്കുകയില്ല എന്ന് തന്നെയാണ് അർത്ഥം. അവന് ഹക്കു പറയുന്നതിൽ ലജ്ജയില്ല. അത് ലജ്ജിക്കേണ്ട കാര്യമില്ല. ഹക്കു പറയുന്നതിൽ ലജ്ജ കാണിക്കുക എന്നുള്ളത് നന്മയല്ല. ഹക്കു പറയുന്നതിൽ അവന് യാതൊരു നിലക്കുള്ള ലജ്ജയും ഉണ്ടാകരുത്. പറയണം, അതാണ് യഥാർത്ഥത്തിൽ. പറയാതിരിക്കുക എന്നതാണ് ലജ്ജിക്കേണ്ട കാര്യം. ഹക്ക് മിണ്ടാതിരിക്കുന്നു എന്നതാണ് ലജ്ജിക്കേണ്ട കാര്യം. ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖി, അള്ളാഹു ഹക്കിൽപ്പെട്ട ഒരു കാര്യവും പറയാൻ ലജ്ജിക്കുകയില്ല. അൻ യദ്കുറ ശൈഅൻ മാ, എന്ത് ഹക്കിൽപ്പെട്ട എന്തൊരു കാര്യമാണെങ്കിലും ഷൈഅൻ മാ, എന്ത് കാര്യമാകട്ടെ അത് പറയാനോ ലജ്ജിക്കുകയില്ല. യഥാർത്ഥത്തിൽ കുഫാറുകൾ, മുനാഫിഖുകൾ അവരുടെ ശൈലിയാണ് ദീനിനെ ഈ രൂപത്തിൽ പരിഹസിക്കാൻ നിന്നത്. യഥാർത്ഥത്തിൽ ദീനിൻ്റെ നന്മയിൽപ്പെട്ടതാണത്. അള്ളാഹു ഇങ്ങനെ വിവരിച്ചു തന്നു എന്നുള്ളത് അള്ളാഹിൻ്റെ കാരുണ്യമാണ്. നമുക്ക് മനസ്സിലാകുന്ന ഉപമകൾ കൊണ്ട് വിവരിച്ചു. നമുക്കൊന്നും മനസ്സിലാകാത്ത ഏതോ കാര്യങ്ങൾ കൊണ്ട് വിവരിച്ചിരുന്നെങ്കിൽ, ചില ഫിലോസഫിയുടെയും തത്വശാസ്ത്രത്തിൻ്റെ ആളുകൾ സംസാരിക്കുന്നത് പോലെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ ഹക്ക് ആളുകൾക്ക്. ഇത് നോക്കൂ, ഖുർആൻ നിങ്ങൾ നോക്കൂ. ഒരു കർഷകൻ ഒന്നും അറിയാത്ത വിത്ത് നടുകയും മുളപ്പിക്കുകയും അതിൻ്റെ പിന്നിൽ കൂടുകയും ചെയ്യുന്ന ഒരു കർഷകൻ, ഒരു ദരിദ്രനായ ഒരാൾ, ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ഖുർആൻ കേട്ടാൽ അയാൾക്കിത് മനസ്സിലാകും. ഒരു വലിയ ശാസ്ത്രജ്ഞൻ വായിച്ചാലോ അയാൾക്കിത് മനസ്സിലാവും. അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണ്. എൻ്റെ സംസാരം ആകെ കുറച്ച് വിവരമുള്ള ബുദ്ധിജീവികൾക്കേ മനസ്സിലാവൂ എന്ന് ഒരാൾ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഒരു നല്ല അടയാളമല്ല. പക്ഷെ അയാളുടെ സംസാരം ദീനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ എല്ലാവർക്കും എളുപ്പമാക്കി കൊടുക്കുന്നു എന്നത് നന്മയിൽപ്പെട്ടതാണ്. ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖി അൻ യദ്കുറ ശൈഅൻ മാ, ഷൈഅൻ മാ എന്ന് എന്തൊരു കാര്യവും, ഷൈഅൻ കാര്യം, മാ എന്തൊന്നാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, ഖല്ല ഔ കസൂർ, അത് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും. നമുക്ക് അള്ളാഹിൻ്റെ ദീൻ അങ്ങനെ തന്നെയാണ്. ദീനിൻ്റെ എല്ലാ കാര്യവും വളരെ ചെറിയ കാര്യങ്ങൾ വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എത്ര പുണ്യമുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എത്ര പുണ്യമുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എത്ര പുണ്യം. അതുകൊണ്ടാണ് സൽമാൻ ഫാരിസിയുടെ അടുക്കൽ അല്ലേ ഒരു ജൂതനായ ഒരാൾ വന്നിട്ട് പറഞ്ഞില്ലേ, ഇന്ന നബിയക്കും ഖദ് അല്ലമക്കും കുല്ല ഷൈഇൻ ഹത്തൽ ഖിറാഅ, നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഹത്തൽ ഖിറാഅ,
എങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യണം എന്ന് വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ സൽമാൻ ഫാരിസി പറഞ്ഞ് അതൊന്നും അങ്ങനെ ഇല്ല, നമ്മൾ ദീനിൽ വേറെയും കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ല, അദ്ദേഹം പറഞ്ഞു അജല്ല, അതെ നീ പറഞ്ഞ ഹക്കാണ്, സത്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ നിന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഖദ് നഹാന അൻ നസ്തഖ്ബില അൽ ഖിബ്ലത ഔ നസ്തദ്ബിർ, ഞങ്ങൾ ഖിബ്ലക്ക് മുന്നിട്ടിരിക്കാൻ പാടില്ല, പിന്നിട്ടിരിക്കാൻ പാടില്ല പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ, അത് ദീനിൻ്റെ ഭംഗിയായിട്ടാണ് അവർ സഹാബികൾ മനസ്സിലാക്കിയത്. ദീനിൻ്റെ നന്മയിൽപ്പെട്ടതാണ്. വേറെ ദീനിലാണെങ്കിലും എവിടെ ഇരിക്കാം, എങ്ങനെ ഇരിക്കാം, എന്തും നോക്കേണ്ടതില്ല, എങ്ങനെ കഴുകണം, എങ്ങനെ അങ്ങനെയല്ല. ദീൻ അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി തന്നിരിക്കുന്നു, എല്ലാം മനസ്സിലാക്കി തന്നിരിക്കുന്നു. അതിൻ്റെ ഒരു എളുപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരിക്ക് അള്ളാഹ് എല്ലാം പറഞ്ഞു തന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ കുറേ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞെന്താ അതുപോലെ ചെയ്താൽ മതി. എത്ര എളുപ്പമുണ്ട് അതിൽ. വേറൊരുത്തൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത് പറഞ്ഞു കിട്ടാത്ത ഒരാളുടെ സ്ഥിതി ആലോചിച്ച് നോക്കുക. അവൻ്റെ ജീവിതം എപ്പോഴും പരീക്ഷണത്തിലാണ്. ഇങ്ങനെ ചെയ്താൽ ഇത് വിജയിക്കോ ഇല്ല എന്നറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ ആയാൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ എന്ത് വരാൻ പോകുന്നു നീ പേടിക്കേണ്ടില്ല, അത് അള്ളാഹിൻ്റെ അടുത്താണ്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കും. സമാധാനമാണ്, ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ്. വലൗ കാന തംസീലൻ ബി അസ്ഗറ ഷൈഇൻ, അതൊരു ഏറ്റവും ചെറിയ വസ്തുവിനെ കൊണ്ടുള്ള ഉപമയാണെങ്കിലും കൽ ബഊദത്തി വസ്സുബാബി വനഹ്വി ദാലിക്, കൽ ബഊദ കൊതുകിനെ പോലെ, വസ്സുബാബ് ഈച്ചയെ പോലെ, വനഹ്വി ദാലിക് ഇതുപോലുള്ള കാര്യങ്ങൾ. നഹ്വു എന്ന് പറഞ്ഞാൽ സമാനമായത്. മിമ്മ ദറബഹു അല്ലാഹു മസലൻ ലിഅജ്സി കുല്ലി മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആല അവന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളുടെ ദുർബലത ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉപമ പറഞ്ഞ കാര്യമാണിത്. മിമ്മ ദറബഹുല്ലാഹു മസലൻ ലിഅജ്സ്, അജ്സ് എന്നുള്ള വാക്ക് ഇപ്പോൾ കുറേ തവണ ആവർത്തിക്കുന്നു അല്ലേ, ദുർബലത ബോധ്യപ്പെടുത്താൻ. കുല്ലി മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ ദുർബലത ബോധ്യപ്പെടുത്താൻ അവൻ ഉപമയായി പറഞ്ഞതാണ്. ഫഅമ്മൽ മുഅ്മിനൂൻ, എന്നാൽ മുഅ്മിനീങ്ങളുടെ കാര്യം എന്താണ്? ഫയഅലമൂൻ, അവരറിയുന്നു ഹിക്മത്ത് അല്ലാഹി ഫി തംസീൽ, ഹിക്മത്ത് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹിക്മത്ത്. ഹിക്മത്ത് എന്ന ഉദ്ദേശം, ഇതിന് പുറകിലൊരു ഉദ്ദേശമുണ്ട്. ആ ഹിക്മത്ത് അള്ളാഹുവിൻ എന്താണ് എന്ന് അവരറിയുന്നു. ഫി തംസീലി ബിസ്സഗീരി വൽ കബീരി മിൻ ഖൽഖിഹി, തൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ചെറുതോ വലുതോ ആയ വസ്തുക്കളെ കൊണ്ട് അവൻ ഉപമ പറയുന്നതിന് പിറകിലുള്ള ഹിക്മത്ത് എന്താണ് എന്ന് അവർക്കറിയാം. എന്താ അതുകൊണ്ടുള്ള ഹിക്മത്ത്? ഇങ്ങനെ ചെറിയ വസ്തുക്കൾ കൊണ്ട്, ഒന്ന് ഹക്ക് വെളിവാക്കുക എന്നുള്ളതാണ്. രണ്ട്, ഈ ആയത്തിൽ തന്നെ പറഞ്ഞതുപോലെ പരീക്ഷണമാണ്. ഇത് ഇബ്തിലാ ആണ്. ആര് വിശ്വസിക്കുമെന്ന പരിശോധന അതിലുണ്ട്. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ ആരാണത് സ്വീകരിക്കുക, ആരാ സ്വീകരിക്കാതിരിക്കുക. മുഴുവൻ വിശുദ്ധ ഖുർആൻ മുഴുവനും ഈ പരീക്ഷണമാണ്. അള്ളാഹു ഒരു കാര്യം അറിയിച്ചു, ഇത് ആര് വിശ്വസിക്കും, ആര് വിശ്വസിക്കും, അതാണ് പരീക്ഷണം. നോക്കൂ, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല പല ആയത്തുകളിലും പറഞ്ഞതുപോലെ സൂറത്തു അത്തൗബയിൽ കാണാം, വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, അവരിൽ ചില ആളുകൾ പറയും ഈ സൂറത്ത് കേട്ട് നിങ്ങൾക്കാർക്കായി ഈമാൻ വർദ്ധിച്ചത്. മുനാഫിക്കുകൾ പറഞ്ഞിരുന്ന വാക്കാണത്. ഒരു സൂറത്ത് അവതരിച്ചാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയും ഈ സൂറത്ത് കേട്ടിട്ട് നിങ്ങൾക്കാർക്കായി ഈമാൻ കിട്ടിയത്. അള്ളാഹു പറയാൻ ഫഅമ്മല്ലദീന ആമനു ഫസാദത്തുഹും ഈമാന, മുഅ്മിനീങ്ങൾക്ക് അത് ഈമാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വഹും യസ്തബ്ശിറൂൻ, അവർ ഇത് കിട്ടിയപ്പോൾ സന്തോഷത്തിലാണ്. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദത്തുഹും റിജ്സൻ ഇലാ റിജ്സിഹിം, എന്നാൽ കാഫിരീങ്ങൾ അവർക്ക് ഇത് അവതരിച്ചപ്പോൾ അവരുടെ വൃത്തികേടിനുമേൽ വീണ്ടും വൃത്തികേട് അധികരിക്കാൻ ചെയ്തത്. എങ്ങനെ അത് അധികരിച്ചു? അള്ളാഹ് ഒരു കാര്യം അവതരിപ്പിച്ചു, അപ്പോൾ അതിനെ നിഷേധിച്ചപ്പോൾ അള്ളാഹു പറയണം അവരുടെ വൃത്തികേടിനുമേൽ വീണ്ടും വൃത്തികേട് അധികരിച്ചു. എങ്ങനെ അധികരിച്ചത്? കുഫറിന് മേലെ വീണ്ടും കുഫറായി. കാരണം നേരത്തെ അവർ നിഷേധിച്ചു, അള്ളാഹു വേറെ ആയത്ത് അവതരിപ്പിച്ചു, അതിനെ നിഷേധിച്ചു, അപ്പോൾ വീണ്ടും അതിൻ്റെ മേൽ വൃത്തികേടായി. ഇനി ഒന്നും അവതരിച്ച അത് വീണ്ടും നിഷേധിച്ച വീണ്ടും ആ നിഷേധത്തിനു മേൽ നിഷേധമായി. മുഅ്മിനീങ്ങൾക്കോ അവർക്ക് ഈമാനിനു മേൽ ഈമാനായി.
വഅമ്മൽ കുഫാർ, എന്നാൽ കുഫാറുകൾ ഫയസ്ഖറൂൻ, അവർ പരിഹസിക്കുകയും വയഖൂലൂൻ, അവർ പറയും മാ മുറാദുല്ലാഹി മിൻ ദർബിൽ മസലി ബിഹാദിഹിൽ ഹശറാത്തിൽ ഹഖീറ. ഹഖീറ ഹഖീറ ഹഖാറത്ത് എന്നൊക്കെ പറയും. ഹഖീറ എന്ന് അങ്ങേയറ്റം നിലവാരമില്ലാത്തത്, ചെറുത്, നിസ്സാരമായത്, അതൊക്കെയാണ് ഹഖീറ. ഹശറാത്ത് ഹശറാത്ത് താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ കാര്യമുണ്ടാവും. ഹഷറാത്ത് പ്രാണികൾ. ഹഷറാത്ത് ഹഖീറ എന്ന് പറഞ്ഞാൽ ഇത്രയും നിസ്സാരമായ പ്രാണികളെ കൊണ്ട് ഉപമ പറഞ്ഞതിന് പിറകിൽ അള്ളാഹുവിനുള്ള ഉദ്ദേശം എന്താണ് എന്ന് അവർ പറയും. വയുജീബുഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് ഉത്തരം നൽകുന്നു. യുജീബ് ജവാബ് നൽകുന്നു, ഉത്തരം നൽകുന്നു. ബി അന്നൽ മുറാദ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഹുവൽ ഇഖ്തിബാർ, എന്താ ഉദ്ദേശം? പരീക്ഷയാണ്, പരീക്ഷണമാണ്. വതംയീസുൽ മുഅ്മിനി മിനൽ കാഫിർ, മുഅ്മിനിനെയും കാഫിറിനെയും തമീസ്, വേർതിരിക്കുക എന്നതാണ്. ലിദാലിക, ലിദാലിക അതുകൊണ്ടാണ്, ഇക്കാരണത്താലാണ്. ലിദാലിക യസ്റിഫുല്ലാഹു ബിഹാദൽ മസലി നാസൻ കസീരീന അനിൽ ഹഖി ലിസുഖ്രിയതിഹിം മിൻഹു. യസ്റിഫുല്ലാഹ്, അല്ലാഹു അല്ല, അസ്രിഫ് തിരിച്ചുവിടുന്നു. സർഫ് എങ്ങനെ ഒന്നിനെ മറ്റൊന്നിലേക്ക് മാറ്റി അള്ളാഹു മാറ്റിമറിക്കുന്നു. യസ്റിഫുല്ലാഹു ബിഹാദൽ മസൽ, അള്ളാഹു ഈ ഉദാഹരണം കൊണ്ട് തിരിച്ചുവിടുന്നു. നാസൻ, ജനങ്ങളെ, കസീരീന ധാരാളക്കണക്കിന് ജനങ്ങളെ, അനിൽ ഹക്കി എവിടെ നിന്ന് തിരിച്ചുവിടുന്നു? സത്യത്തിൽ നിന്ന് തിരിച്ചുവിടുന്നു. എന്ത് കാരണത്താൽ? ലി സുഖ്രിയതിഹിം മിൻഹു, സുഖ്രിയ പരിഹാസം കാരണത്താൽ, മിൻഹു ഐ മിനൽ ഹക്കി, ആ സത്യത്തോടുള്ള അവരുടെ പരിഹാസം കാരണത്താൽ ജനങ്ങളിൽ ധാരാളം പേരെ അള്ളാഹു ഇതുകൊണ്ട് സത്യത്തിൽ നിന്ന് തിരിച്ചുവിടുന്നു. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച ഒരു ഹക്ക്, അതുകൊണ്ട് കുറേ ആളുകൾ വഴിപഴിച്ചു. എന്ത് കാരണം? അവരതിനെ പരിഹസിച്ചത് കാരണത്താൽ. വയുവഫിഖു ബിഹി ഗൈറഹും ഇലാ മസീദി മിനൽ ഈമാനി വൽ ഹിദായ, അള്ളാഹു വയുവഫിഖു തൗഫീഖ് നൽകുന്നു, സൗഭാഗ്യം നൽകുന്നു, നേർവഴി കാണിക്കുന്നു. യുവഫിഖു ബിഹി, അതുകൊണ്ട് അള്ളാഹു നേർവഴി കാണിക്കുന്നു. ഗൈറഹും, അവർക്ക് പുറമേയുള്ളവർ. ഇലാ മസീദ് മിനൽ ഈമാൻ, കൂടുതൽ ഈമാനിലേക്ക് അവരെ അള്ളാഹു വേറെ ചില ആളുകളെ വഴി. വൽ ഹിദായത്തി, സന്മാർഗത്തിലേക്കും ഈമാനിലേക്കും ഹിദായത്തിലേക്കും വേറെ കുറേ ആളുകളെ അങ്ങനെ അതിലേക്ക് നയിക്കുന്നു. അല്ലാഹു തആല ലാ യദ്ലിമു അഹദ, അള്ളാഹു ഒരാളോടും അതിക്രമം ചെയ്യില്ല. ലിഅന്നഹു, കാരണം ഇതിൽ ഈ ആയത്തിൽ എന്ത് പറഞ്ഞു? അള്ളാഹു വഴി പിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം അതിനുള്ള മറുപടിയാണ് നീ പറയുന്നത്. അള്ളാഹു ഒരിക്കലും ഒരാളോട് അനീതിയായി ഒരാളെ വഴികേടിലാക്കില്ല. ലിഅന്നഹു, കാരണം ലാ യസ്റിഫു അനിൽ ഹഖി, സത്യത്തിൽ നിന്ന് അള്ളാഹു തിരിച്ചുവിടുകയില്ല. ഇല്ല അൽ ഖാരിജീന അൻ താഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കാതെ അവനെ അനുസരിക്കുന്നതിന് പുറത്തു കടന്നവരെയല്ല, എന്നാൽ അള്ളാഹ് ധിക്കരിച്ചവരല്ലാതെ, ധിക്കാരികളെയല്ലാതെ അള്ളാഹു എന്ത് ചെയ്യില്ല? സത്യത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കുകയില്ല. ഈ ആയത്തിൽ നോക്കൂ നിങ്ങൾ, ധാരാളം പാഠങ്ങളുള്ള ആയത്താണിത്. അനേക ഫവായിദ് ഈ ആയത്തിലുണ്ട്. അതിലൊന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ പോലെ, അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർആനിലെ എല്ലാ ഉപമകളും ഖിയാസ് ദീനിൻ്റെ തെളിവാണ് എന്നതിനുള്ള തെളിവാണ്. ഇസ്ലാമിലെ തെളിവുകൾ എത്രയാണ്? മുത്തഫഖായ, അതായത് ഏതാണ്ട് അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള തെളിവുകൾ 4ആണ്. ഏതൊക്കെ? ഒന്നാം തെളിവ് ഏതാ? ഖുർആൻ. 2 സുന്ന സഹീഹ, സ്ഥിരപ്പെട്ട സുന്നത്ത്. 3 ഇജ്മാ. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെല്ലാവരും ഒരു അഭിപ്രായത്തിൽ ഏകോപിച്ചാൽ അതിനാണ് ഇജ്മാ എന്ന് പറയാം. 4മത്തേത് ഖിയാസ്. അതിലാണ് ചില ചർച്ചകൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിയാസ് എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കാലഘട്ടത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം പുതുതായി ഈ കാലഘട്ടത്തിൽ സംഭവിച്ചാൽ ഈ പുതിയ കാര്യം നമ്മൾ എടുക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഓരോ വസ്തുക്കളെയും ഓരോ കാര്യങ്ങളെയും വേർതിരിക്കും. എന്നിട്ട് ഇതിന് സമാനമായ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് വിധിയാണോ നൽകപ്പെട്ടത് അതേ വിധി ഇവിടെയും കൊടുക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? കാരണം എന്താ, പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ്, ഇന്നല്ലാഹ ലാ യുഫർരിഖു ബൈനൽ മുതമാസിലാത്ത്. അള്ളാഹു സമാനമായ കാര്യങ്ങൾക്ക് സമാനമായ വിധികളാണ് നൽകുക. സമാനമായ കാര്യത്തിന് സമാനമായ വിധി ഉണ്ടാവുക. വ്യഭിചാരം ഹറാമാണ്. വ്യഭിചാരത്തിനോട് സമാനമായ ഒരു കാര്യം പിന്നീട് ഉണ്ടായാൽ അതിനെന്ത് വിധിയായിരിക്കും ഉണ്ടാവുക? വ്യഭിചാരത്തിൻ്റെ വിധിയായിരിക്കും ഉണ്ടാവുക. മോഷണം, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മോഷണം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അത് പഴയ കാലഘട്ടത്തിൽ മോഷണത്തിന് എന്ത് വിധിയായിരുന്നോ ഉണ്ടായിരുന്നത് അതേ വിധി തന്നെയാണ് ഇതിനും വരാൻ. കാരണം ഇതിൽ രണ്ടിലുമുള്ള ആശയം ഒന്ന് തന്നെയാണ്. ഒരാളുടെ സമ്പത്ത് അന്യായമായി എടുക്കുക. അന്യായമായി എടുക്കുന്നത് മറ്റൊരു കാര്യത്തിലുണ്ടായത്, ഏത് കാര്യത്തിലുണ്ടായത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹാബികൾ യമനിലേക്ക് പോകുന്ന സമയത്ത് അബൂ മൂസ അൽ-അശ്അരി അദ്ദേഹം പറഞ്ഞു, യമനിൽ നബിയെ 2 തരം പാനീയങ്ങളുണ്ട്, അതിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു, ഇന്ന പേരിൽ 2 പാനീയങ്ങളുണ്ട്, അതിൻ്റെ വിധി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാനീയത്തെക്കുറിച്ച് ചോദിച്ചു, ഇതെന്താണ്? അവർ പറഞ്ഞു, ഒന്നുണ്ടാക്കുന്നത് പിന്നെ ഈത്തപ്പഴത്തിൽ നിന്നോ മറ്റുമാണ്, ബാർലിയിൽ നിന്നോ മറ്റുമാണ്. അത് മദീനയിലോ മക്കയിലോ പരിചിതമല്ലാത്ത വസ്തുവാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിധി പറഞ്ഞത് എങ്ങനെയാണ്? അവിടുന്ന് പറഞ്ഞു, കുല്ലു മാ അസ്കറ ഫഹുവ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. നോക്കൂ, ലഹരി ഉണ്ടാക്കുക എന്നത് എന്തിലുണ്ടോ അതെല്ലാം ഹറാമാണ്. അതിന് പ്രത്യേകം ഇനി തെളിവിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഖിയാസ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരിക്കൽ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവർ ഇന്ന കാര്യങ്ങൾ നേർച്ച നേർന്നിരുന്നു, ഞാൻ ആ നേർച്ച കൊടുത്തു വീട്ടേണ്ടതുണ്ടോ? ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നിൻ്റെ ഉമ്മാക്ക് മരിക്കുന്നതിന് മുൻപ് ആരോടെങ്കിലും എന്തെങ്കിലും കടം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ നീ അത് കൊടുത്തു വിട്ടുമായിരുന്നോ? അവർ പറഞ്ഞു, അതെ കൊടുത്തു വിട്ടും, പൈസൻ്റെ കടം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ കൊടുത്തു വിട്ടുമാണ്. അവിടുന്ന് പറഞ്ഞു, ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ദ, എങ്കിൽ അള്ളാഹുവിനോടുള്ള കടം വീട്ടാൻ അതിനേക്കാൾ അർഹതയുള്ളതാണ്. നോക്കൂ, അതാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഖിയാസ് ഉണ്ടല്ലോ നിങ്ങൾ, ഇതാണ് ഖിയാസ് എന്ന് പറയാം. ഈ കടം നീ വീട്ടുമെങ്കിൽ അള്ളാഹുവിനുള്ള കടമാണ് നേർച്ച, അപ്പോൾ അത് നീ എന്തെങ്കിലും വീട്ടണം. ഇതാണ് ഖിയാസ് എന്ന് പറയാം. ഖുർആനിൽ ഇബ്നുൽ ഖയ്യിം പറയാം, ഖുർആനിൽ വന്ന എല്ലാ ഉപമകളും ഖിയാസാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ഈച്ച അതിനെ പടക്കാൻ കഴിയില്ല. എന്താ അതിലുള്ള സൂചന? അപ്പോൾ അതിനേക്കാൾ വലുത് പടക്കാൻ എന്തായാലും കഴിയില്ല. ഈച്ചയെ പടക്കാൻ കഴിയില്ലെങ്കിൽ അതിനേക്കാൾ വലുത് പടക്കാൻ എന്തായാലും കഴിയില്ല. നിങ്ങൾ ഈ വിഗ്രഹങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഈച്ചയെ പടക്കുന്നതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് കുട്ടിനെ തരണേ, എൻ്റെ ആയുസ് നീട്ടണേ. ഈച്ചയെ പടക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈച്ചയെ പടക്കാൻ കഴിയില്ലെങ്കിൽ അതിനേക്കാൾ വലുത് കഴിയില്ല. അത് ഖിയാസാണ്. അതുപോലെ തന്നെ ഈച്ചക്ക് നിങ്ങളുടെ പാത്രത്തിൽ നിന്നുള്ള ഒരു അരിവറ്റ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും വസ്തു കണ്ടെത്താൻ സാധിക്കുക? ഇത് കഴിയില്ലെങ്കിൽ അതെങ്ങനെ കഴിയും? ഇതാണ് ഖിയാസ് എന്ന് പറയാം. ഇപ്പോൾ ഖിയാസ് ഇസ്ലാമിലെ പ്രമാണമാണ് എന്നതിന് ഇതുപോലുള്ള ആയത്തുകൾ തെളിവാണ്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞിരിക്കണം, ഖുർആനിൽ എവിടെയൊക്കെ ഉദാഹരണങ്ങൾ ഉപമകളുണ്ടോ അതെല്ലാം ഖിയാസിന് തെളിവാണ്. ഖിയാസിനെ നിരാകരിച്ച ആളുകളാണ് വാഹിരിയ മദ്ഹബുകാർ. അവർ പറഞ്ഞു ഖിയാസ് ഇല്ല, എന്താണോ പറഞ്ഞത് വാചികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഖിയാസിനുള്ള തെളിവുകളിൽപ്പെട്ട ആയത്താണ്. അതുപോലെ തന്നെ ഈ ആയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം വിവരിക്കുന്ന ആയത്താണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ഈച്ചയെ, ഒരു കൊതുകിനെ ഉപമയായി പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വളരെ അടുത്തുള്ള, അവർക്ക് മനസ്സിലാകുന്നതിൽ ഏറ്റവും ലളിതമായ കാര്യത്തിൽ ഒരു കാര്യം വിവരിക്കുക എന്നുള്ള അള്ളാഹിൻ്റെ കാരുണ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റബ്ബിൻ്റെ ഇൽമ് എത്ര വലുതാണ്.
അള്ളാഹു എല്ലാം അറിഞ്ഞവനാണ്. നിങ്ങൾ ഓരോ പടപ്പുകളെ നോക്കി നോക്കൂ, എത്ര സൂക്ഷ്മമാണ് അതിൻ്റെ പടപ്പ്, എത്ര സൂക്ഷ്മം. അതിൻ്റെ ചിലതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനുഷ്യർക്ക് ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ കടലിലും മറ്റൊക്കെയുള്ള ചില ജീവികളെ കണ്ടിട്ടില്ലേ, കടലിൻ്റെ അടിത്തട്ടുകളിൽ ജീവിക്കുന്നത്. ഇതെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതിനെങ്ങനെയാണ് ഇത് ജീവിക്കാൻ സാധിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഓരോന്നിനും ഓരോ ഉറുമ്പുകൾ നോക്കൂ. മിഫ്താഹ് ദാർ സഅദ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിം സുദീർഘമായി ഉറുമ്പുകളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അത് പലതും പിൽക്കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർ മറ്റും വിവരിക്കുന്നതാണ്. ഇവർക്ക് വലിയ സാമൂഹിക ജീവിതമുണ്ട്, ഇവർ തമ്മിലുള്ള ബന്ധം, ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു സിറ്റി തന്നെ ഉണ്ടാവുന്നതാണ് ഈ ഉറുമ്പിൻ്റെ ഇതിനുള്ള. ഇതെങ്ങനെയാണ് ഇത്ര ചെറിയ ജീവിക്ക് അള്ളാഹു ഈ പറഞ്ഞ വിവരങ്ങൾ നൽകിയത്? എങ്ങനെയാണിത്? ഈ നോക്കൂ, ഇവരുടെ ഈ പറഞ്ഞ ഈ ഡാർവിൻ തിയറി, പരിണാമ സിദ്ധാന്ത പ്രകാരം എന്നേ കുറ്റിയേറ്റു പോകേണ്ട വിഭാഗം ഇവരാണ്. കാരണം ഇതിന് തീരെ ശക്തിയില്ല. മനുഷ്യൻ നടന്നു പോകുമ്പോൾ അറിയാതെ ചവിട്ടിയാൽ പോലും ചത്തുപോകുന്ന വിഭാഗമാണിത്. ഇവരെ കണക്ക് പ്രകാരം എന്താ സർവൈവൽ അല്ലേ, ഓഫ് ദ ഫിറ്റസ്റ്റ്. ഏറ്റവും ഫിറ്റായ ആൾ മാത്രമേ ജീവിക്കുള്ളൂ എന്നാണ്, ഭൂമിയിൽ ബാക്കിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിലുള്ള ജീവികളൊന്ന് ഉറുമ്പാണ്. ഇതാകട്ടെ എത്രയോ ചെറിയ ജീവിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അറിവ് അത്ര വലുതാണ്. ആകാശഭൂമികളും പ്രപഞ്ചത്തിലും മറ്റുമൊക്കെയുള്ള ഈ അറിവുകളെല്ലാം അവൻ ആ അറിവിനോട്, അള്ളാഹുവിൻ്റെ അറിവിനോട് യോജിച്ച വിധത്തിൽ മനുഷ്യനോടെങ്ങാനും അവൻ സംസാരിച്ചിരുന്നു എങ്കിൽ നമുക്ക് മനുഷ്യനത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹു പലതും പറയാതെ വിട്ടത്. ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ ചെയ്യുക, വിലക്കിയാൽ വിട്ടുനിൽക്കുക. വസകത അൻ അഷ്യാഅ റഹ്മതൻ ബിക്കും, ചില കാര്യങ്ങൾ അവൻ പറയാതെ വിട്ടിരിക്കുന്നു നിങ്ങളോടുള്ള കരുണ കാരണത്താലാണ്, മറന്നിട്ടല്ല. ഹദീസ് അങ്ങനെ തന്നെ ഉള്ളത്. അള്ളാഹു മറന്നുകൊണ്ട് ഒഴിവാക്കിയതല്ല, നിങ്ങളുടെ കാരുണ്യം കാരണം പറയാതെ വിട്ടതാണ്. അത് നിങ്ങൾ ചോദിക്കാതിരിക്കുക. ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ലാ തസ്അലു അൻ അഷ്യാഅ ഇൻ തുബ്ദ ലക്കും തസുഉക്കും, നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കരുത്. ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ലഭിച്ചാൽ നിങ്ങൾക്കത് പ്രയാസമുണ്ടാക്കും. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവൻ ഇത്ര എളുപ്പാക്കി നമ്മൾ. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന ആയത്ത്, ഖുർആൻ നാം ലളിതമാക്കി എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ലൗല അന്നല്ലാഹ യസ്സറഹു അലാ ലിസാനിൽ ആദമിയീൻ, അള്ളാഹു അവൻ്റെ സംസാരം മനുഷ്യർക്ക് ഉച്ചരിക്കാൻ ലളിതമാക്കിയില്ലായിരുന്നെങ്കിൽ മസ്തതാഅ അഹദും മിനൽ ഖൽഖി അൻ യതകല്ലമ ബികലാമില്ലാഹ്, അള്ളാഹുവിൻ്റെ സംസാരം തൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ മനുഷ്യരിൽ ഒരാൾക്കും സാധിക്കുമായിരുന്നില്ല. റബ്ബിൻ്റെ സംസാരമാണ് ഈ സംസാരിക്കുന്നത്. അള്ളാഹ് അത് എളുപ്പാക്കിയത് കൊണ്ടാണ് പറയാൻ പറ്റുന്നത്. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. യോഗങ്ങളുടെ പടപ്പായ അള്ളാഹുവിൻ്റെ സംസാരമാണിത്. അത് നിനക്ക് പറയാൻ സാധിക്കണമായിരുന്നു. സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹ് എളുപ്പാക്കിയത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. പക്ഷേ ഈ റഹ്മത്തിനെ കുഫാറുകൾ നേരിട്ടത് എങ്ങനെയാന്ന് നോക്കൂ നിങ്ങൾ. ഇതാണോ ഉപമ? സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ധിക്കാരമാണ് അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തോട് സ്വീകരിച്ചത് എന്ന് നോക്കൂ. അതുപോലെ തന്നെ ഈ ആയത്തിലുള്ള പാഠങ്ങളിൽ ഒന്നാണ് അള്ളാഹു പറഞ്ഞു, യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ. ഈ കസീർ എന്ന വാക്കും അക്സർ എന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം പേരെ അള്ളാഹു വഴികേടിലാക്കുന്നു, ധാരാളം പേരെ ഹിദായത്തിലാക്കുന്നു. ധാരാളം എന്ന് പറയുന്നതും ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചില ഹദീസുകൾ ആയത്തിൽ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റും. ഇതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ബഹുഭൂരിപക്ഷം ആളുകളും ഇതുകൊണ്ട് ഹിദായത്തിലാകുമെന്നല്ല. മനസ്സിലായി? രണ്ട് തമ്മിൽ. ധാരാളം ആൾ വഴികേടിലാകുമെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം എന്ന അർത്ഥം അവിടെയില്ല. ധാരാളം ആളുകൾ അള്ളാഹ് ഹിദായത്തിലാക്കുമെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഹിദായത്തിലാകുമെന്ന് അർത്ഥമില്ല. കുറേ ആളുകൾ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിന് ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്.
അവിടുന്ന് പറഞ്ഞു ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ ബൈനഹുമ ഉമൂറു മുഷ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. അള്ളാഹു ഹലാൽ വ്യക്തമാക്കിയിരിക്കുന്നു, ഹറാം വ്യക്തമാക്കിയിരിക്കുന്നു, അതിനിടയിൽ അവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. അത് ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നാണോ? ഇല്ല. ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ, ജനങ്ങളിൽ ധാരാളം പേർക്ക് അറിയില്ല. ധാരാളം പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല എന്നോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല എന്നല്ല. ധാരാളം പേർക്ക് അറിയുന്നതുണ്ടായിരിക്കും. ധാരാളം പേർക്ക് അറിയാത്ത കാര്യം ധാരാളം പേർക്ക് അറിയുന്നുണ്ട്. രണ്ടും മനസ്സിലാക്കണം, വേർതിരിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ആയത്ത് ഖുർആനിലെ ഹദീസിലെയും തങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന മുഅ്തസില വിഭാഗത്തെ പോലുള്ള ആളുകൾക്കുള്ള മറുപടിയാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നുള്ളതാണ് മുഅ്മിനിൻ്റെ സമീപനം. അതിന് പിറകിലുള്ള ഹിക്മത്ത് വ്യക്തമായി അവന് മനസ്സിലായിട്ടില്ലെങ്കിലും. ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞതുപോലെ മനുഷ്യരുടെ ദലാലത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്, ബഹുഭൂരിപക്ഷം കക്ഷികളും പിഴച്ചുപോയത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയോട് എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യം ചോദിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഈ ഉദാഹരണം, എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നീ ആരാണ്? അല്ലാഹു യഫ്അൽ മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കും. നീ ചോദ്യം ചെയ്യാൻ ആളല്ല. ധാരാളം ബിദ്അത്തിൻ്റെ കക്ഷികൾ പഴച്ചത് ഇതുകൊണ്ടാണ്. ഖദാ ഖദർ എന്ന വിഷയം ധാരാളം പേർ പഴച്ചത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടിങ്ങനെ, അത് നിനക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിഖാണ്. അവൻ്റെ പ്രവർത്തിക്ക് പിറകിലുള്ള ഉദ്ദേശം മനസ്സിലാകുന്നത് പോട്ടെ, ചിലപ്പോൾ നിന്നെക്കാൾ വിവരമുള്ള ഒരാളുടെ, ഒരു മനുഷ്യൻ്റെ, നിന്നെപ്പോലെയുള്ള ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് പിറകിലുള്ള ഹിക്മത്ത് എന്താണെന്ന് നിനക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു ഡോക്ടർ ചിലപ്പോൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിനക്ക് പുറമേക്ക് തോന്നിയാൽ ഇതെന്തൊരു ഉപദ്രവമാണ് ഈ ചെയ്യുന്നത്, ഇയാളുടെ കാല് മുറിക്കണമെന്ന്, കാല് മുറിക്കണം, ഇത്രയും നല്ലൊരു കാല് എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതിന് പിറകിൽ അയാൾ വിവരമുള്ളയാളാണ്, അയാൾക്കൊരു യുക്തി ഉണ്ടായിരിക്കും എന്ന് നിനക്ക് മനസ്സിലാകും. ആകാശഭൂമികളുടെ റബ്ബ് ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാക്കുകളെ സ്വീകരിക്കണം എന്നതിന് ഈ ആയത്ത് തെളിവാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ ഹയാ എന്ന സിഫത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ ഈ ആയത്തിൽ ഖദർ, അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹുവിൻ്റെ വിധി, അതിൽ പിഴച്ചുപോയ രണ്ട് വിഭാഗത്തിന് മറുപടിയുണ്ട്. ഖദറിൻ്റെ വിഷയത്തിൽ പിഴച്ചുപോയ രണ്ട് കക്ഷികളുണ്ട്. ഒന്ന് അൽ ഖദരിയ, രണ്ട് അൽ ജബറിയ. ആരാ ഖദരിയ? ഖദരിയത്താണ് ഖദറിനെ നിഷേധിച്ച ആളുകളാണ്. പേര് ഖദരിയ എന്നാണ്, പക്ഷെ അവർ ഖദറിനെ നിഷേധിച്ച ആളുകളാണ്. ജബറിയ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ജബ്റിൻ്റെ വാദം പറഞ്ഞ ആളുകൾ, അതായത് അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ നിർബന്ധിക്കുകയാണ്, ഓരോ പ്രവൃത്തിയും ചെയ്യാൻ അള്ളാഹു നിർബന്ധിക്കുകയാണ്. മറ്റൊരു പറഞ്ഞു ഇല്ല, അള്ളാഹു ഒന്നും വിധിച്ചിട്ടില്ല, മനുഷ്യർ അപ്പോൾ ചെയ്യുന്നു, അള്ളാഹു അത് അപ്പോൾ അറിയുന്നു, മുൻപ് അറിയുന്നതല്ല. രണ്ട് വിഭാഗം ആളുകൾ. ഇവർക്ക് രണ്ടുപേർക്ക് ഈ ആയത്തിൽ മറുപടിയുണ്ട്. എവിടെ മറുപടിയുണ്ട്? എങ്ങനെ മറുപടിയില്ല? രണ്ടുപേർക്ക് ഇതിൽ മറുപടിയുണ്ട്. ഇവിടെ ഖദരിയത്തിന് മറുപടിയില്ല. അള്ളാഹുവിൻ്റെ ഖദറില്ല, അള്ളാഹു വിധിച്ച പ്രകാരമല്ല സംഭവിക്കുന്നത് എന്ന് പറയുന്നവർക്ക് എവിടെ മറുപടിയില്ല? ആലോചിക്കേ, ആലോചിക്കേ. ശന്ത യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറൻ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ധാരാളം പേരെ ഇതുകൊണ്ട് ഹിദായത്തിലാക്കുന്നു, ധാരാളം പേരെ വഴികേടിലാക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചവരാണ് ഹിദായത്തിലാകുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചവരാണ്, അവൻ്റെ ഉദ്ദേശപ്രകാരമാണ് ഹിദായത്തും ദലാലത്തും സംഭവിക്കുന്നത് എന്നതിന് ആ ആയത്ത് തെളിവാണ്. ശരി, അവിടെ ജബറിയത്തിന് മറുപടി ശന്ത വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അള്ളാഹു ഒരിക്കലും ഒരു സൃഷ്ടിയെയും ഒരു അടിമയെയും അവൻ്റെ ഒരു ദാസനെയും ഇവനെ അങ്ങ് ദലാലത്തിലാക്കി, അങ്ങനെ ഒരിക്കലും അള്ളാഹു ഒരാളെ ദലാലത്തിലാക്കുകയില്ല. ധിക്കാരികളെയല്ലാതെ, ധിക്കാരം പ്രവർത്തിച്ച് ധിക്കാരികളായവരെ അല്ലാതെ അതുമൂലം അള്ളാഹു വഴികേടിലാക്കുകയില്ല. പക്ഷേ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഖദാ ഖദർ സുലൈമാൻ്റെ വിശദീകരണത്തിൽ ഇനി അടുത്ത ദർസുകൾ വരും, ആ ഭാഗത്ത് നമുക്ക് കൂടുതൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്. അള്ളാഹു ഒരിക്കലും ഫാസിഖീങ്ങളെ, ധിക്കാരം പ്രവർത്തിച്ചവരെ അല്ലാതെ അള്ളാഹു എന്ത് ചെയ്യില്ല, വഴികേടിലാക്കുകയില്ല. അത് ജബറിയത്തിനുള്ള മറുപടിയാണ്.
ജബറിയത്ത് പറഞ്ഞാൽ അള്ളാഹ് തീരുമാനിച്ചുകൊണ്ടാണ്, മനുഷ്യന് യാതൊരു തീരുമാനമില്ല. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മേൽ ഒരു അതിക്രമം ആരോപിക്കുകയാണ് ചെയ്തത്. അവൻ തീരുമാനിച്ചത് കൊണ്ടാണ് നന്മയും തിന്മയൊക്കെ ആളുകൾ ചെയ്യുന്നത് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. ഇതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില പാഠങ്ങൾ. ഇതോടുകൂടി അൽഹംദുലില്ലാ അല്ലേ, നമ്മൾ ഒരു റുബുഅ കഴിഞ്ഞില്ലേ, ഹിസ്ബ് കഴിഞ്ഞില്ലേ, ഇതോടുകൂടി അൽഹംദുലില്ലാ. ഇത് നിങ്ങൾ ഹിഫ്ളാക്കുക, ഖുർആൻ ഏതായാലും ഒപ്പം പോകുന്നത്. അപ്പോൾ പിന്നെ ഈ ഭാഗം നിങ്ങൾ ഹിഫ്ളാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് നമുക്ക് ഉപകരിക്കുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا تقبل منا انك انت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.